ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് അടിപൊളി കോഴിക്കറിയായാലോ. പാരഗൺ സ്പെഷ്യൽ വറുത്തരച്ച നാടൻ കോഴിക്കറി. ഇതിനു വേണ്ടി ഞാൻ ഉണ്ടാക്കുന്നത് അരി റൊട്ടിയാണ്. നമ്മുടെ അരി റൊട്ടിയും ഈ കോഴിക്കറിയും അടിപൊളി കോംബോ ആണ്. അപ്പോൾ ഇത് രാത്രി ഡിന്നറിന് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാവും. അത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവും ഈ കറി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടാകുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം ഉണ്ടല്ലോ, ഫെന്നൽ സീഡ്, അതും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ക്യൂമിൻ സീഡും. അതൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു 2-3 ഏലക്കായും, ഒരു കഷ്ണം പട്ട, 2 ഗ്രാമ്പു, പിന്നെ ഒരു 3-4 ചുവന്നുള്ളി, ഒരു 4-5 വറ്റൽ മുളക്, കുറച്ച് കറിവേപ്പില, ഇതുമെല്ലാം ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതെല്ലാം ഒന്ന് സോഫ്റ്റായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇടാം. ഞാനിപ്പോൾ ഒരു 4-5 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ടിട്ടുണ്ട്. പിന്നെ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വളരെ ചെറിയ തീയിൽ നമ്മൾ ആ തേങ്ങ ബ്രൗൺ ആകുന്നത് വരെ വെക്കാം. അപ്പം തേങ്ങ ബ്രൗൺ ആകാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ തേങ്ങ നല്ല ബ്രൗണായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, ഇതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ബാക്കിയുള്ള പൗഡർ നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യുമ്പോൾ ഇടുന്നുണ്ട്. പിന്നെ ഇതെല്ലാം ഇട്ടിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. തേങ്ങ നല്ലോണം ഡാർക്ക് ആയിക്കോട്ടെ. ഇതാ നമ്മുടെ തേങ്ങ നല്ല ഡാർക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതവിടെ മാറ്റി വെക്കുക, ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഇത് തണുത്ത് കഴിഞ്ഞാൽ നല്ലോണം ചൂടാറിക്കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഇതാ വേറൊരു പാനിലോട്ട് നമ്മൾ ഓയിൽ ഒഴിക്കാം. പിന്നെ ഓയിൽ ചൂടാകുമ്പോൾ അതിൽ 2 സവാള ഇട്ടിട്ടൊന്ന് വഴറ്റുക. ഇത് നോർമൽ ചിക്കൻ കറി ഉണ്ടാക്കുന്ന പോലെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ അത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഉള്ളി ഒന്ന് സോഫ്റ്റായിട്ട് വരുമ്പോൾ നമ്മൾ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് ഒരു 3 പച്ചമുളകും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്നുകൂടി വഴറ്റാം. പിന്നെ ഞാൻ ഇതിലോട്ടൊരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതെല്ലാം ഒന്ന് സോഫ്റ്റായിട്ട് വരുമ്പോൾ ഒരു വലിയ തക്കാളി ചേർക്കാം. അങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കാം. തക്കാളി ഒന്ന് കുക്കായിട്ട് വരുമ്പോൾ നമ്മൾ ഇതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ചിക്കനിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, ഇതുമെല്ലാം ഇട്ടിട്ട് വീണ്ടും ഒന്ന് വഴറ്റുക. ഈ പൊടിൻ്റെ എല്ലാം പച്ചമണം മാറുന്നവരെ, ഇതെല്ലാം ഒന്ന് ചിക്കനിന് പിടിക്കുന്നവരൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിലോട്ട് നമ്മൾ 1 ഗ്ലാസ് നല്ല തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. നല്ല ചൂടുവെള്ളം ഒഴിക്കണം. എന്നിട്ട് എല്ലാം ഒന്ന് ഇളക്കിയിട്ട് ഇത് മൂടി വെക്കാം. ചിക്കൻ കുക്കാകുന്നവരെ വെയിറ്റ് ചെയ്യാം. ചിക്കനെല്ലാം നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുക്കാം. തേങ്ങ നല്ല മഷി പോലെ അരയണം. ഇനി ഈ അരപ്പും കൂടി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പെല്ലാം ഉണ്ടോ എന്ന് നോക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കാച്ചി ഒഴിക്കൽ കൂടിയുണ്ട്, താളിക്കൽ. വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിൽ കുറച്ച് ചുവന്നുള്ളിയും കറിവേപ്പിലയും, ഇത് രണ്ടും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇത് കറിയിലേക്ക് ഒഴിക്കാം നമുക്ക്. എന്നിട്ട് എല്ലാം ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെക്കാം. ഇതിൻ്റെ മണം കുറച്ച് നേരം പുറത്ത് പോകാണ്ടിരിക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ശരിക്കും ഇത് അരി റൊട്ടിക്കാണ് ഇത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ കറി നമ്മളവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അരി റൊട്ടി ചുട്ടെടുക്കാം. അതിന് ഞാനിപ്പോൾ ഒരു 5 മണിക്കൂർ നല്ല തിളച്ച വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടുള്ള അരിയാണ്. 2 കപ്പ് നമ്മുടെ പൊന്നിയരി ഉണ്ടല്ലോ. എന്നിട്ട് അത് നല്ല മഷി പോലെ കട്ടിയിലൊന്ന് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അധികം വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതൊന്ന് കുറച്ചുകൂടി ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അമ്മീസ് അരിപ്പൊടി ഉണ്ടല്ലോ, അതുകൂടി ചേർക്കും. ചിലർ ഈ പൊടി മാത്രം ഇട്ടിട്ട് കുഴച്ചിട്ട് ഉണ്ടാക്കുന്നവരുണ്ട്. പക്ഷേ എനിക്കത്ര ഇഷ്ടമല്ല. പൊടിയുടെ ടേസ്റ്റ് മുമ്പിട്ട് നിൽക്കുന്ന പോലെ ഭയങ്കര ഹാർഡായിരിക്കും. ഞാൻ ഇങ്ങനെ അരി നല്ലോണം അരച്ചിട്ട് അതിൽ പൊടി കൂട്ടി കുഴച്ചിട്ടാണ് പിന്നെ ഈ പത്തില ചുടലും. പക്ഷെ ഇത് ശരിക്കും ഡിന്നറിന് ഉണ്ടാക്കിയ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇതന്നെ മതി. അത്ര അധികം ഉണ്ടാവും ഈ കറിയും. ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ പരത്തിയിട്ട് ചുട്ടെടുക്കുക. ഇതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയുന്നതന്നെയല്ലേ. അങ്ങനെ നമ്മുടെ അരി റൊട്ടിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നല്ല കറിയും കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് കഴിച്ച് നോക്കും. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും. ഓക്കെ, അസ്സലാമു അലൈക്കും, ബൈ ബൈ.